ഈ വീഡിയോയിൽ ആദ്യമേ തന്നെ നമ്മൾ ഹോസ്റ്റേജ് ഡീലിൽ നിന്ന് തുടങ്ങാം. അതായത് ബന്ദികളെ വിട്ടുകിട്ടാനുള്ള ഒരു ഡീൽ അടുത്ത ഘട്ടത്തിലേക്ക് പോയിരിക്കുകയാണ്. ഇത് എപ്പോഴെപ്പോഴും ഇങ്ങനെ മാറി മറിഞ്ഞ് വരുന്നൊരു സംഗതിയായിട്ടാണ് ഇത് നിരന്തരം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇത് ഹമാസിൻ്റെ ഭാഗത്തുള്ള ഒരു നിലപാടില്ലായ്മയാണ് ഇതിൻ്റെ കാരണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ അവസാനമായിട്ട് വന്നിരിക്കുന്ന ഒരു സ്റ്റേറ്റസ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പം ഹമാസിൻ്റെ ഭാഗത്തൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അപ്പം അതുകൊണ്ട് ഇസ്രായേലിന്റെ സൈഡിലുള്ള ഒരു തീരുമാനം പറഞ്ഞിരിക്കുകയാണ്. ആ തീരുമാനം എന്ന് പറഞ്ഞാൽ ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 200 പ്രിസണേഴ്സിനെ വിട്ടുതരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 200 തടവുകാരെ, പാലസ്തീനികളായിട്ടുള്ള 200 തടവുകാരെ, അത് അതിതീവ്രമായ കുറ്റകൃത്യം ചെയ്ത ആൾക്കാരായിട്ടുള്ള 200 പേരെ റിലീസ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ. അപ്പം ഇത് കേട്ടിട്ട് ഇപ്പം ഹമാസിന്റെ ഭാഗത്തുള്ള തീരുമാനം എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഞങ്ങളൊരു 11 പേരെ റിലീസ് ചെയ്യാമെന്ന് തീരുമാനിച്ചിരിക്കുന്നത്. മനസ്സിലായോ? 11 പേര്, അതായത് 11 ബന്ദികളെ വിടാം എന്നാണ് ഹമാസ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു വ്യക്തത വന്നല്ലോ. അതായത് 11 പേർക്ക് 200 പേര്, അപ്പൊ 100 പേർക്കോ 200 പേരെ റിലീസ് ചെയ്യുമ്പോൾ 11 പേരെ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക എത്രയാണെന്നുള്ളത്. ഏതാണ്ട് 2000 സിൻവാറുകളെ റിലീസ് ചെയ്യണം എന്നാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ച. ഇതും മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ഒരു 11 പേരെന്നുള്ള ഒരു ടേം ഇസ്രായേൽ അംഗീകരിക്കുമോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. എന്നാലും നമുക്ക് കണ്ടറിയാം. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ യമനിൽ നടത്തിയ ഒരു ആക്രമണം, യമനിൽ നല്ല രീതിയിലുള്ള ആക്രമണമാണ് നടക്കുന്നത്. അത് US ആണ് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. US നടത്തുന്ന ആക്രമണത്തിൽ ഇന്നലെ മിലിറ്ററി ബേസുകൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ മിലിറ്ററി ക്യാമ്പുകൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ മിലിറ്ററി അസറ്റുകൾ അതുപോലെ തന്നെ മിലിറ്ററി ക്യാമ്പുകൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരുപാട് പേർക്ക് അതായത് യമനിൽ ഹൂത്തികളായിട്ടുള്ള ഒരുപാട് ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒഫീഷ്യലി യമന്റെ വാർത്തകളൊന്നും ഇതിനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എത്ര പേര് കൊല്ലപ്പെട്ടു, എന്താണ് സംഗതി. US മിലിറ്ററി ക്യാമ്പ് അറ്റാക്ക് ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്കും നല്ല രീതിയിലുള്ള കാഷ്വാലിറ്റീസിനുള്ള സാധ്യതയാണ് അവിടെ ഒരുങ്ങുന്നത്. പക്ഷെ ഇതുവരെ അവർ ഈ നഷ്ടങ്ങളൊന്നും അവർ പെട്ടെന്ന് പുറത്തു പറയത്തില്ല. കാരണം ഈ ഇറാന്റെ പ്രോക്സി ആയിട്ടുള്ളതിൽ ഏറ്റവും അവസാനം നിലനിൽക്കുന്നതാണ് ഈ ഹൂത്തികൾ. അവരുടെ സൈഡും കൂടെ വീക്ക് ആയി കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ മൊത്തത്തിൽ ഈ ഒരു ഇറാൻ ആക്സിസ് എന്ന് പറഞ്ഞാൽ റെജീം തന്നെ മൊത്തത്തിൽ താഴോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ആ തീവ്രവാദികൾ തോൽക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ഫെയ്ത്ത്, അവരുടെ എയിം, അവരുടെ ജിഹാദ് എല്ലാം പരാജയപ്പെടുന്നതിന് തുല്യമാണത്. അപ്പൊ പ്രത്യേകിച്ച് ഇസ്രായേലിന്റെ മുന്നിൽ തോൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലൊരു നാണക്കേട് ഇനി അവന്മാർക്കൊന്നും വരാനില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അവർ പെട്ടെന്നൊന്നും ഇങ്ങനെ കാഷ്വാലിറ്റീസ് ഒന്നും എടുത്ത് പുറത്തെടുത്തില്ല. എന്നാൽ ഇതിന് അവസാനം ഒരു തീരുമാനമാകുമ്പോഴേ അറിയാൻ പറ്റും. ഇത്തവണ ഇസ്രായേൽ ഹൂത്തികളെ അറ്റാക്ക് ചെയ്യാനുള്ള പ്ലാൻ വെച്ചിരിക്കുന്ന പറഞ്ഞാൽ ഒറ്റയ്ക്ക് അടിക്കേണ്ടതാണ് തീരുമാനം. തികച്ചും US കൂടെ, അതായത് അമേരിക്കയുമായിട്ട് ചേർന്നുകൊണ്ട് പോയി അറ്റാക്ക് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിന് ഇന്ന് ബെഞ്ചമിൻ നെതന്യാഹു ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ മീറ്റിംഗിൽ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് ഇതിനകത്ത് പോയി ഇറങ്ങണ്ട, കാരണം ഇത് നമുക്ക് മാത്രം പ്രയോജനമുള്ള ഒരു കാര്യമല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ എത്രയോ ഷിപ്പുകൾ അതിലേക്ക് കടന്നു പോയതൊക്കെ ഇവർ പിടിച്ചു വെച്ച ആൾക്കാരാണ്. അത്രയും രാജ്യങ്ങൾ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഗ്രൂപ്പായിട്ടാണ് ഇത് അറ്റാക്ക് ചെയ്യേണ്ടത്. നമ്മൾ ഈ വിഷയത്തിനെ സെപ്പറേറ്റ് ആയിട്ട് കാണണം എന്നൊരു പുതിയ ഒരു മെത്തേഡാണ് നെതന്യാഹു ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. പക്ഷേ നെതന്യാഹു ഇങ്ങനെ പറഞ്ഞെങ്കിലും ഇതിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ അറ്റാക്ക് ചെയ്യുമല്ലോ. അതായത് ഈ ഒരു US UK ഈ വക രാജ്യങ്ങളൊക്കെ അറ്റാക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ ഇസ്രായേൽ കൊടുക്കുന്നത് മാരകടിയായിരിക്കും. കാരണം അതിൽ കൃത്യമായിട്ട് ഇവർ ഇസ്രായേൽ ചെയ്യേണ്ട കാര്യം കൃത്യമായിട്ട് ചെയ്യും. കാരണം ആ സമയത്ത് കുറച്ചുകൂടെ സപ്പോർട്ട് വൈബ്രന്റ് ആയിട്ട് കിട്ടുമ്പോൾ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് ഇസ്രായേലിന് ആ ഒരു കാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിലാണ് ഇസ്രായേൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറാനിയൻ എംബസി സ്റ്റാഫ് കിൽഡ് ഇൻ സിറിയ. ഇറാനിലെ എംബസി ഉദ്യോഗസ്ഥൻ സിറിയയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതാണ് വാർത്ത. ഇറാൻ ഒരിക്കലും സിറിയയിലോട്ട് പോകണ്ട എന്നാണ് അവിടെ നിന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ജൊലാനി തന്നെ പറഞ്ഞിരിക്കുന്നത്, അതായത് ഈ HTSന്റെ ലീഡർ ആയിട്ടുള്ള ജൊലാനി തന്നെ പറഞ്ഞിരിക്കുന്നത്, ഇറാൻ ഇനി ഒരിക്കലും ഒരു ഫ്ലൈറ്റ് ട്രാൻസ്പോർട്ടേഷനോ അല്ലെങ്കിൽ ഇറാൻ ഒരിക്കലും ഇനി ഒരു എംബസിയോ ആ രീതിയിലുള്ള ഒരു ബന്ധവും ഇനി സിറിയയോട് സ്ഥാപിക്കേണ്ട എന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. കാര്യം വളരെ വ്യക്തമാണ്. കാരണം ഈ അസാദ് റെജീമിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ആ ഒരു ഷിയ ഭരണകൂടം ഇനി സുന്നികളുമായിട്ട് ഒരു ബന്ധം വെക്കേണ്ടതെന്നാണ് പുള്ളി ക്ലിയർ കട്ടായിട്ട് ഒരു ഡിസ്റ്റൻസ്, ഒരു കോഡ് വരച്ചിരിക്കുന്നത്. ഇനി ആ ഒരു മാർജിൻ കഴിഞ്ഞ് ഇനി ഇറാൻ അങ്ങോട്ട് കടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു മെസ്സേജാണ്. അതായത് ട്രംപ് ഇറാനുമായിട്ട് ഒരു ഹൈ ലെവൽ ചർച്ചയ്ക്ക് വഴിയൊരുക്കാൻ വേണ്ടിയിട്ട് ഒമാന്റെ സഹായം തേടിയിട്ടുണ്ടെന്ന്. ഈ ഒമാന്റെ നേതൃത്വത്തിൽ ഇറാനുമായിട്ട് ഒരു ഹൈ ലെവൽ ചർച്ചയ്ക്ക് ട്രംപ് തയ്യാറാകുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വാർത്ത വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള വാർത്തയാണ്. അപ്പൊ ഇത് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒമാന്റെ മീഡിയേഷനിൽ വെച്ചിട്ട് ഇറാനുമായിട്ട് ഒരു ഹൈ ലെവൽ ചർച്ച. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വാർ അവസാനിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്നാണ് മാക്സിമം തോന്നുന്നത്. ഇതൊരു ഫൈനൽ ടോക്ക് ആയിരിക്കും. അതായത് ന്യൂക്ലിയർ ഈ ഒരു ആണവായുധം ഉൽപ്പാദിപ്പിക്കുന്നതിനെ ചൊല്ലിയും അതുപോലെ തന്നെ ഈ ഒരു എസ്കലേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു വാർ സിറ്റുവേഷൻ ഇതിനൊക്കെ ഒരു പരിഹാരമാവാനുള്ള ഒരു അവസാനഘട്ട ചർച്ചയായിട്ടാണ് ഇതിനെ കരുതപ്പെടുന്നത്. ഈ ചർച്ച എങ്ങാനും പരാജയപ്പെട്ടാൽ പിന്നെ ഇറാനിന് നേരെ പോകുന്നത് അറ്റാക്ക് തന്നെ ആയിരിക്കും.
ഇന്നലെ യമനിൽ നടത്തിയ അറ്റാക്കിൽ നഖൂം പിന്നെ അറ്റാൻ എന്ന് പറഞ്ഞ 2 ഡിസ്ട്രിക്റ്റിലാണ് ഈ ഒരു അറ്റാക്ക് നടത്തിയത്. സന പിന്നെ കേന്ദ്രീകരിച്ചാണ് ഈ 2 സ്ഥലങ്ങളുള്ളത്. സന എന്ന് പറഞ്ഞ സ്ഥലത്തിനെ ചുറ്റിപ്പറ്റിയാണ് ഈ നഖൂം പിന്നെ അറ്റാൻ എന്ന് പറഞ്ഞ 2 ജില്ലകളും സ്ഥിതി ചെയ്യുന്നത്. ആ 2 ജില്ലകളിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മിലിറ്ററി ബേസും ഈ മിലിറ്ററി അസറ്റും അമേരിക്കൻ ഫോഴ്സ് അടിച്ചു കളഞ്ഞത്. ഇറാനിൽ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് സ്കൂളും പിന്നെ പല ബിസിനസ് സ്ഥാപനങ്ങളും പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുകയാണെന്നുള്ളതാണ്. കാരണം അത്രമാത്രം ക്രൈസിസ് ആണ് അവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. അവർക്ക് കൃത്യമായ ആവശ്യത്തിന് വേണ്ടത്രയും എനർജി ഇല്ല എന്നുള്ളതാണ്. എനർജി സോഴ്സ് അവിടെ വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഈ ഒരു സ്കൂളുകൾ, അതുപോലെ സ്കൂൾ എന്ന് പറഞ്ഞാൽ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങളാണ്, അതൊക്കെ അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലാണ് ഇറാൻ സഞ്ചരിക്കുന്നത്. യൂറോപ്പിൽ നിന്ന് ബ്ലൂംബെർഗ് എന്ന് പറഞ്ഞ ആ ഒരു മാധ്യമ സ്ഥാപനം ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് ഇറാൻ മൈനേഴ്സിനെ ഹയർ ചെയ്യുന്നുള്ളത്, അതായത് ഇവരുടെ കണക്ടിവിറ്റിയിലുള്ള ഇറാനികളായിട്ടുള്ള പുറത്ത് യൂറോപ്പിൽ താമസിക്കുന്ന ആൾക്കാരായിട്ടുള്ള മൈനർ ആയിട്ടുള്ള കുട്ടികളെ ഇവർ സെലക്ട് ചെയ്ത് അവരെ കൊണ്ട് ഈ ജൂയിഷിനെതിരെ ഒരു അറ്റാക്കിന് വേണ്ടിയിട്ട് മുതിരാനുള്ള പ്രാക്ടീസും ട്രെയിനിങ്ങും അതിനുള്ള സാഹചര്യം ഒരുക്കുന്നതായിട്ടാണ് ആ ബ്ലൂംബെർഗ് കണ്ടെത്തിയിട്ട് ആ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. നെതന്യാഹു ഈ ഒരു മീറ്റിംഗ് നടത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ജോയിന്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പൊ അത് കൂടാതെ തന്നെ ഒരു കാര്യം കൂടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ഹൂത്തികൾക്കെതിരെയാണ് നമ്മളുടെ ഇനി അടുത്ത ടാസ്ക് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ തുർക്കിയിലെ തയ്യബ് എർദോഗൻ, അതായത് സിറിയയിലെ സ്ഥലം കയറി പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ കുർദുകൾക്കെതിരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു തയ്യബ് എർദോഗനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് സിറിയയിലെ അടുത്ത പുടിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ റഷ്യയുടെ പുടിൻ ആയിരുന്നല്ലോ അവിടെ അസാദിനെ നിലനിർത്തിയത്. അപ്പൊ അതുപോലെ സിറിയയിലെ അടുത്ത പുടിൻ എന്നാണ് ഈ ഒരു തയ്യബ് എർദോഗനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് വളരെ വ്യക്തമാണ്. അതായത് തയ്യബ് എർദോഗന്റെ ഈ ഒരു ആക്രമണ സ്വഭാവം അത് ഇസ്രായേൽ ആശങ്കയോടാണ് കാണുന്നത്. കാരണം ഇത് ഏതുവരെ വരും എന്നറിയത്തില്ല. തികച്ചും ഇസ്രായേലിന്റെ ഭാഗത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇസ്രായേലും പിന്നെ തുർക്കിയും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിന് അത് വഴിയൊരുക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ്. അപ്പൊ അതിനെക്കുറിച്ച് ഇസ്രായേൽ വളരെ കോൺഷ്യസ് ആയിട്ട് തന്നെ ചിന്തിക്കുന്നുണ്ടെന്നാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. US-ന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ US വളരെ കൃത്യമായിട്ട് തന്നെ തീരുമാനം എടുത്തിരിക്കുകയാണ്. ഹൂത്തികൾക്ക് നേരെയുള്ള അറ്റാക്ക് കുറച്ചുകൂടെ കടുപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഹൂത്തികളെ ഇനി ഒരു രീതിയിലും വെച്ച് ഉറപ്പിക്കുന്നില്ല, അറ്റാക്ക് ഉറപ്പാണെന്നുള്ളതാണ് ഈ ഒരു വാർത്ത കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഈ ബംഗ്ലാദേശും ഈ പാകിസ്ഥാനും തമ്മിലാണ് ഈ ഇന്ത്യക്കെതിരെയുള്ള ഈ ഗൂഢാലോചനകൾ മൊത്തം നടത്തുന്നതും. അപ്പൊ ഇന്ത്യയിൽ എങ്ങനെയും ഒരു അൺസർട്ടനിറ്റി, ഒരു അനിശ്ചിതത്വം ഉണ്ടാക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബംഗ്ലാദേശ് കിടന്ന് ശ്രമിക്കുന്നത്. ഏതാണ്ട് 50-53 വർഷമായിട്ട് ഒരു ബന്ധമില്ലാതിരുന്ന ഈ ഒരു പിന്നെ പാകിസ്ഥാനുമായിട്ടാണ് ഈ പ്രൊഫസർ യൂനസിന്റെ ഭരണകൂടം നിരന്തരം പോയി ചർച്ചകൾ നടത്തുന്നത്. അതുപോലെ ഇന്നലെ അവര് ഈജിപ്തിൽ വെച്ചിട്ട്, കെയ്റോയിൽ വെച്ചിട്ട് ഇതേപോലെ ഈ യൂനസും ഈ ഷഹബാസ് ഷെരീഫും തമ്മിൽ 2ാം തവണയായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ അവർ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. തീർച്ചയായിട്ടും എന്താണ്, ഉറപ്പായിട്ടും ഇന്ത്യക്കുള്ള ഒരു പാര തന്നെയാണിത്. ഇന്ത്യയെ നമ്മൾ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അവരുടെ ട്രേഡ് റൂട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഷിപ്പിംഗ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഇപ്പൊ അങ്ങനെ വന്ന് നമ്മൾ ഇന്ത്യൻ ഓഷനിലൂടെ അവർ വന്നു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും അതിലേ നീണ്ടങ്ങ് പോകുന്നതിന് പകരം ഇപ്പൊ വളഞ്ഞ് ഇന്ത്യയെ ചുറ്റിയും കയറി ബംഗ്ലാദേശിലൂടെ പോകുന്ന മാല പോലെ കയറി പോകുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോഴത്തെ അവരുടെ ഒരു ഷിപ്പിംഗ് റൂട്ട്. ഇതുവരെ ഒരു കാരണവശാലും അവർക്ക് ഇതിലേ കയറി അങ്ങ് പോകേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം ബംഗ്ലാദേശിലോട്ട് അവർക്ക് ട്രേഡ് ഇല്ലായിരുന്നു. ഇപ്പൊ ബംഗ്ലാദേശിന്റെ ട്രേഡ് ഓപ്പൺ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നിരന്തരം ഒരു സെക്യൂരിറ്റി ത്രെട്ട് ആയിട്ടാണ് ഇപ്പൊ മാറിയിരിക്കുന്നത്. ഇതൊരു ഭീഷണി തന്നെയാണ് ശരിക്കും ഇന്ത്യക്ക്. ഇന്ത്യയെ ഇത് വളരെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട്. ബംഗ്ലാദേശിന്റെ അടുത്ത് പല തവണയായിട്ട് ഇന്ത്യ അതിനെക്കുറിച്ച് ആവർത്തിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏത് രീതിയിൽ പോകും നമുക്ക് അറിയത്തില്ല. ഇന്ത്യ ബംഗ്ലാദേശ് റിലേഷൻഷിപ്പ് വളരെ മോശപ്പെട്ട അവസ്ഥയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയ്ക്കാണ് ഈ ഒരു മുഹമ്മദ് യൂനസ് പെട്ടെന്ന് തന്നെ, അതായത് കുറച്ച് അരി വേണം എന്ന് പറഞ്ഞ് ചോദിച്ചിരിക്കുന്നത്. അവിടെ അരി ഇല്ല പോലും. അപ്പൊ അതുകൊണ്ട് ഇവന് അരിയും എല്ലാം നമ്മൾ തന്നെ കൊടുക്കേണ്ടി വരും. എന്നാൽ ഇവൻ ചെയ്യുന്ന പണികളോ ഇന്ത്യക്കിട്ട് മുട്ടം പാരയാണ് വെക്കുന്നത്. കാര്യം പറയാൻ പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഈ പറയുന്ന യൂറോപ്പാണ്. യൂറോപ്പ് വളരെ മോശപ്പെട്ട രീതിയിലാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്പിൽ നിരന്തരം പ്രശ്നങ്ങളാണ്. അതായത് നമ്മളൊരു സ്ഥലത്ത് കയറി താമസിക്കാൻ അഭയാർത്ഥിയായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മാനമര്യാദയ്ക്ക് അവിടെ നിന്ന് ജീവിച്ചിട്ട് ഉള്ള പിന്നെ സൗകര്യം ഉപയോഗിച്ച് ജീവിച്ച് മുന്നോട്ട് പോകാന്നുള്ളതാണ്. നമ്മളുടെ നാട്ടിലുള്ള എത്രയോ ആൾക്കാർ ഗൾഫ് മേഖലയിലൊക്കെ പോയി ജോലി ചെയ്യുന്നുണ്ടല്ലേ, അവരൊക്കെ മര്യാദയ്ക്ക് ജോലി ചെയ്തിട്ട് തിരിച്ചു വരികയാണ്. അവിടെ എന്തെങ്കിലും നിയമലംഘനങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ അവർ പിടിച്ച് ജയിലിലാക്കും. അതിന് നമുക്ക് സർക്കാരിന് പോലും ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റണമെന്നില്ല. പല ആൾക്കാരുടെയും ജീവൻ നമ്മൾ പിന്നെ കോടിക്കണക്കിൽ പൈസ കൊണ്ട് കൊടുത്തിട്ടാണ് രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നത്. അപ്പൊ ആ രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫോളോ ചെയ്തത്. അപ്പൊ ആ നാടിന്റെ ലോ എന്താണോ അത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ കാരണം എന്ന് വെച്ചാൽ ഈ യൂറോപ്പിലുള്ള ആൾക്കാരെ, അവിടുത്തെ ഒറിജിൻ ആയിട്ടുള്ള ആൾക്കാരെ, ഇവിടെ നിന്ന് ഈ കയറിപ്പോയ ഈ ആൾക്കാർ, ഈ സിറിയ ഇറാഖ് മേഖലയിൽ നിന്ന് കയറിപ്പോയ ഈ തീവ്രവാദികൾ നിരന്തരം ചോദ്യം ചെയ്യുകയാണ്. അതായത് അവിടുത്തെ ഷോപ്പുകള്, ഒരു സ്ഥലത്തും അവർക്ക് സ്വസ്ഥമായിട്ട് അവിടുത്തെ നേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോകാൻ പറ്റുന്നില്ല, യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. അവർ ഒരു സ്ഥലങ്ങളിലും പോയിട്ട് ഒരു വിശ്രമിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് യോമാർ. എവിടെ ചെന്നാലും ഈ ഒരു ഗ്ലോബലൈസ്ഡ് ഇന്തിഫാദയുടെ ഒരു ഫ്ലാഗും പിടിച്ചുകൊണ്ട് യോമാർ അവിടെ പോയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് ഇൻഡിപെൻഡന്റ് ആയിട്ടൊക്കെ ആൾക്കാരെ ക്വസ്റ്റ്യൻ ചെയ്യണം. എങ്ങനെയാണ് ഇപ്പൊ നിങ്ങൾ പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നോ, നിങ്ങൾ എതിർക്കുന്നോ, ഇതൊക്കെ അവരുടെ അടുത്ത് പോയി ചോദിക്കുകയാണ്. എന്തിനാണെന്ന് തന്നെ നമുക്ക് അറിയത്തില്ല.
ഇവന്മാർക്ക് ശരിക്കും പറഞ്ഞാൽ പ്രാന്തായതാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ രീതിയിലാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അതായത് യൂറോപ്പിലെ ഈ ക്രിസ്മസ് മാർക്കറ്റിൽ ഒരു അറ്റാക്ക് നടന്നല്ലോ. ആ അറ്റാക്കിന് ഒരാഴ്ചക്ക് മുമ്പ് ആ മാർക്കറ്റ് മൊത്തം ഈ ഗ്ലോബലൈസ്ഡ് ഇന്തിഫാദയുടെ ഈ ആൾക്കാർ ഈ ഫ്ലാഗും പിടിച്ച് അതിനകത്ത് മൊത്തം മാർച്ച് നടത്തിയിട്ടുണ്ട്. ആ രീതിയിൽ ഇവർ ടാർഗറ്റഡ് ആയിട്ടാണ് ആൾക്കാർ ഈ ഒരു സ്ഥലങ്ങളെല്ലാം ഈ അറ്റാക്ക് ചെയ്യുന്നത്. കാരണം ഇവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെയാണ്. ഇവരുടെ ഉദ്ദേശം അവർക്ക് റെഫ്യൂജി ആയിട്ട് ജീവിക്കണം എന്നൊന്നുമില്ല. അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പല പല കാര്യങ്ങൾ അവിടെ പ്രചരിപ്പിക്കണം എന്നാണ് അവരുടെ ഉദ്ദേശം. അപ്പൊ അതിന് ഈ ഹമാസിനെ ഈ ഗാസയെ അവരൊരു ആയുധമായിട്ട് ഉപയോഗിക്കുകയാണ്. അല്ലാതെ അവർ നിരന്തരം ഈ ഒരു ഫ്ലാഗും പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നത് ഗാസയ്ക്ക് എന്തോ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഗാസയുടെ ജനങ്ങളെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഗാസയ്ക്ക് എന്തെങ്കിലും നന്മ വരട്ടെ അല്ലെങ്കിൽ ഗാസയിൽ ഇസ്രായേൽ യുദ്ധം നിർത്തട്ടെ അതിനു വേണ്ടിയിട്ടല്ല കേട്ടോ. ഇവർ ഇതിനെ ഒരു കാരണമായിട്ട് കരുതിക്കൊണ്ട് അവർക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള ഒരു റീസൺ ആയിട്ട് മാത്രമാണ് ഈ ഗാസയെ അവർ എടുത്തു വെക്കുന്നത്. ബാക്കി അവരുടെ ഉദ്ദേശമെല്ലാം വേറെയാണ്. അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. ഇതാണ് പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ പ്രൊട്ടസ്റ്റ് അവിടെ നിരന്തരം സമാധാനമില്ലാത്ത അവസ്ഥയാണ്. കാരണം ഇവന്മാർക്ക് ജോലിയും കൂലിയും ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇവന്മാർ ഫുൾ ഫ്രീ ആണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇവന്മാർ എപ്പോൾ നോക്കിയാലും റോട്ടിൽ തന്നെ ഇവന്മാർ ഈ റോട്ടിൽ കൂട്ടമായിട്ട് ആൾക്കാർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ ഒരു സിറ്റുവേഷനാണ് യൂറോപ്പ് മൊത്തത്തിൽ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് കുറച്ചുകൂടെ എനിക്ക് കാണാൻ കഴിഞ്ഞത് യൂറോപ്യൻസ് ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്. ആ ഒറിജിനൽ നേറ്റീവ് ആയിട്ടുള്ള യൂറോപ്യൻസ് ഇപ്പൊ പ്രൊട്ടസ്റ്റ് ആയിട്ട് തെരുവിൽ ഇറങ്ങിയിട്ടുണ്ട്. ഈ യൂറോപ്പ് ചെയ്തൊരു പരിപാടി, ഇസ്രായേൽ ശരിക്കും ഈ ഗാസയിൽ യുദ്ധം നടത്തുന്ന സമയത്ത് യൂറോപ്പ് ഭയങ്കരമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് ഭയങ്കര ജനസൈഡാണ്, അതാണ്, ആനയാണ്, തേങ്ങയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. കാരണം എന്താണ്? യൂറോപ്പിന് ശരിക്കും മനസ്സിലായിട്ടില്ല ഇത് എന്താണെന്നുള്ളത്. ഇപ്പൊ ശരിക്കും മനസ്സിലായി, യൂറോപ്പിന് ശരിക്കും മനസ്സിലായി ഇസ്രായേൽ എന്താണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പം ഒന്നും മിണ്ടാട്ടമില്ല. ഇപ്പൊ കൃത്യമായിട്ട് അവർ പ്രൊട്ടസ്റ്റ് ചെയ്ത് ഇറങ്ങിയിരിക്കുകയാണ്. ഇതില് പോലീസൊക്കെ ഓട്ടിച്ചിട്ട് ഇപ്പൊ ആൾക്കാരെ പിടിക്കുന്ന അവസ്ഥയാണ്. സ്ത്രീകൾ, അതായത് ഈ ഇന്തിഫാദ ഫ്ലാഗും വെച്ചുകൊണ്ട് നിൽക്കുന്ന സ്ത്രീകൾ ആരെ കണ്ടാലും ഇപ്പൊ അവിടെ പോലീസ് ഓട്ടിച്ചിട്ട് പിടിക്കുന്ന അവസ്ഥയാണ്. ഇപ്പൊ ഇന്ന് രാവിലെയൊക്കെ ബെർലിൻ നഗരത്തില്, ബെർലിൻ എന്ന് പറഞ്ഞ ഈ ബെർലിൻ എന്ന് പറഞ്ഞ ജർമ്മനിയിലെ പ്രധാനപ്പെട്ട നഗരത്തിലൊക്കെ ഇന്ന് രാവിലെ തന്നെ പോലീസ് അത്രമാത്രം എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാണ്. ഓട്ടിച്ചിട്ട് പിടിയാണ് ആൾക്കാരെ. പിടിച്ച് അതായത് ഈ ഒരു തീവ്ര നിലപാടുള്ള ആൾക്കാരെ, ഈ ഫ്ലാഗ് വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ എല്ലാം പിടിക്കുകയാണ്. അതിപ്പോ നിരന്തരം ഒരു ജോലിയായിട്ട് മാറിയിരിക്കുകയാണ്. യൂറോപ്പ് നിരന്തരമായിട്ടുള്ള അശാന്തിയിലേക്ക് പോകുന്നതായിട്ടാണ് ആ ഒരു കാഴ്ച നമുക്ക് വ്യക്തമാക്കി തരുന്നത്. ആ രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇനി ഏത് രീതിയിൽ ഇത് മറിയും നമുക്ക് അറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഈ പോലീസ് കുറച്ചുകൂടെ അഗ്രസീവ് ആയി കഴിഞ്ഞാൽ പിന്നെ മിലിറ്ററി തന്നെ ഇറങ്ങേണ്ടി വരും. ആ രീതിയിൽ കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു റെഫ്യൂജികളെ വെടിവെച്ച് കൊന്ന കുറ്റത്തിൽ ഇനി ജർമ്മനിയെ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ഏത് രീതിയിൽ അവരെ കേസ് എടുക്കേണ്ടി വരും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി കണ്ടറിയേണ്ടതാണ്. അപ്പൊ എന്തായാലും ലോകം ഈ ഒരു സാഹചര്യത്തിലാണ് സഞ്ചരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു സോ മച്ച്.